ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കമിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തെത്തുന്നു. ഇന്ന് രാവിലെ 10 മണിയോടെ പ്രത്യേക വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കും. റോഡ് ഷോയായി പുത്തരിക്കണ്ട മൈതാനത്തേക്ക് എത്തുന്ന പ്രധാനമന്ത്രി 4 പുതിയ ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതുപോലെ വിവിധ കേന്ദ്ര പദ്ധതികളും അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടത്ത് നടക്കുന്ന പൊതുയോഗത്തിൽ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ന് വേദി പങ്കിടുമെന്നും വാർത്തയുണ്ട്. ഈ റോഡ് ഷോ ആരംഭിക്കുന്ന തിരുവനന്തപുരത്തെ ഓവർബ്രിഡ്ജിൻ്റെ സമീപം നിന്ന് റിനു ശ്രീധറും അതുപോലെ പുത്തരിക്കണ്ട മൈതാനിയിലെ മെയിൻ വേദിക്ക് സമീപം നിന്ന് ആർ ശ്രീജിത്തും തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ആദ്യം റിനു ശ്രീധറിലേക്ക്. റിനു, എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുവാൻ അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ന് ഏകദേശം 10:30 തിരുവനന്തപുരത്തെ പ്രത്യേക വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി എത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ച തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് എത്തിക്കും. ഈ മൈതാനത്താണ് 2 പൊതുപരിപാടികളും നടക്കുന്നത്. ഒന്ന് റെയിൽവേയുടെ പരിപാടിയാണ്. 4 ട്രെയിനുകളാണ് അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യുക. ഒപ്പം ബി.ജെ.പിയുടെ പൊതുസമ്മേളനത്തിലും പങ്കെടുക്കുമെന്നുള്ളതാണ്. ഈ കിഴക്കേക്കോട്ടയിലേക്ക് എത്തുന്ന ഭാഗത്ത് ഫ്ലൈ ഓവർബ്രിഡ്ജിന്റെ അവിടെ നിന്ന് കിഴക്കേക്കോട്ട വരെയുള്ള ഏകദേശം 300 മീറ്ററോളം അദ്ദേഹം റോഡ് ഷോ നടത്തും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ, ഒരുക്കങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസിന്റെ അതീവ സുരക്ഷ, കാരണം ഈ ടെക്നിക്കൽ ഏരിയ മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള സ്ഥലത്ത് റെഡ് സോണായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഒരു അപാകതയും ഉണ്ടാകാതെ, അല്ലെങ്കിൽ സുരക്ഷാ പാളിച്ചകളൊന്നും തന്നെ ഉണ്ടാകാതെയുള്ള ക്രമീകരണങ്ങൾ, വലിയ ബന്ദോബസ്താണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡൊക്കെ തന്നെ വെച്ചുകൊണ്ട് ഈ മാലയൊക്കെ ചാർത്തി, പൂക്കൾ കൊണ്ടുള്ള മാലയൊക്കെ ചാർത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്, തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനം, ഇന്നലെ NDAയിലേക്ക് എത്തിയ 2020 നേതാവ് സാബു എം ജേക്കബ് പ്രധാനമന്ത്രിയോടൊപ്പം ഇന്നത്തെ വേദി പങ്കിടുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഷ്ട്രീയ ഒരു ഇടപെടലായി കാണുന്നത്. ഒപ്പം 45 ദിവസത്തിനകം തിരുവനന്തപുരത്ത് ബി.ജെ.പി അധികാരത്തിലെത്തിയ നഗരസഭയുടെ ഒരു ബ്ലൂ പ്രിന്റ് നരേന്ദ്രമോദി എത്തി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നതെങ്കിൽ പോലും ഇന്നലെ വി രാജേഷ് മേയർ പറഞ്ഞത് അത്തരത്തിലൊരു വികസന രേഖ ഉണ്ടാകില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും സർപ്രൈസ് പദ്ധതികൾ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ വേണ്ടി കഴിയുക. എന്തായാലും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞു. രാഷ്ട്രീയ കേരളം എന്തായാലും ഈ നരേന്ദ്രമോദിയുടെ ഈ വരവിനെ ഉറ്റുനോക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ബി.ജെ.പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പരിപാടി ഉദ്ഘാടനമായി തന്നെ കാണുന്നുണ്ട്. പുത്തരിക്കണ്ടം മൈതാനത്ത് 2 വേദികളാണുള്ളത്. ഒന്ന് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ റെയിൽവേയുടെ ഔദ്യോഗിക പരിപാടി, തൊട്ടപ്പുറത്ത് ബി.ജെ.പിയുടെ പൊതുസമ്മേളനം. ഏകദേശം 25,000 പേരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ഇന്ന് സംസാരിക്കുമെന്നുള്ള വിവരം കൂടി നമുക്ക് നൽകുന്നുണ്ട്. എന്തായാലും എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് റോഡ് ഷോ ആരംഭിക്കുന്ന ഓവർബ്രിഡ്ജിലാണ്. ഇവിടെ നിന്നാണ് ഏകദേശം 300 മീറ്ററോളം അദ്ദേഹം റോഡ് ഷോയിലൂടെ സഞ്ചരിക്കുന്നത്. താങ്ക് യു റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.